നമ്മുടെ ട്രെയിൻ വന്ന് ഗായ്സ്. അങ്ങനെ കാലത്ത് തന്നെ ചായ എല്ലാം കുടിച്ചിട്ട് മുംബൈയിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. മുംബൈയിൽ നിന്നിട്ട് ആസ തീർന്നിട്ടേ ഉണ്ടായിട്ടാണെങ്കിലും നാട്ടിലേക്ക് പോകാണ്ടിരിക്കാൻ കഴിയല്ല. അങ്ങനെ ബാബിനോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ഇച്ചാന്റെ മോനെ നമ്മളൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്കല്ലേ എത്തിപ്പെടാൻ പെട്ട പാട്. യാറബേ ലഗേജ് എല്ലാം ഉള്ളത് കൊണ്ടില്ലേ അതിന്റെ ഉള്ളിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ കാത്തിരുന്ന് നമ്മളെ ട്രെയിൻ വന്ന് ഗൈസ്. ട്രെയിനിന്റെ ടിക്കറ്റ് എല്ലാം കിട്ടിയതിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാവും. അത് വരുന്ന മുന്നെയാണ് ഞങ്ങൾ നോക്കിയ പാടന്നെ കിട്ടുകയും ചെയ്തു. അത് 2 ടയർ AC കിട്ടി. അതുകൊണ്ട് നല്ല സമാധാനം. ഫുഡ് ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിട്ടത്. വൈകുന്നേരം കയറിയ പാടന്നെ നമുക്ക് ചായക്കുള്ള സാൻഡ്വിച്ചും പിന്നെ ചായപ്പൊടി പഞ്ചസാര അങ്ങനെ എല്ലാ ഐറ്റംസും അങ്ങനത്തെ എല്ലാം ഉണ്ടായിന്. അതുകൊണ്ട് കയറിയ പാടന്നെ ചായ എല്ലാം കുറേ ആയി ഇപ്പം ഞാൻ ട്രെയിനിൽ കയറിയിട്ട് യാത്ര ചെയ്തിട്ടല്ലോ. അപ്പം അതും ഞാൻ നല്ലോണം എൻജോയ് ചെയ്യും. കയറിയ പാടന്നെ അനീശൊക്കെ ഇരുന്നിട്ട് ഉറങ്ങുന്നാലും ഉണ്ടായിരുന്നു. ഞാൻ പങ്ങളിരുന്നിട്ട് യാത്ര നല്ല ആസ്വദിച്ച്. പിന്നെ ഇത് ഇങ്ങനത്തെ ഇല്ല ഈ ഒരു ധൂമിൻ്റെ ഉള്ളിൽ പോകുന്നത് ഇതെന്തോ ഒരു പാങ്ങല്ല. ആടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഫുഡ് എന്തെല്ലാം ഒന്നുമില്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടായിന്, പരിപ്പ് കറി, ചപ്പാത്തി, ചോറ്, തൈര്, പിന്നെ ചെറിയൊരു പായസം പോലത്തെ ഒരു സംഭവം അതെല്ലാം ഉണ്ടായി. മോശമില്ല, വലിയ പാങ്ങൊന്നും ഉണ്ടായിട്ട്. അങ്ങനെ രാത്രി നമുക്ക് കിടന്നിട്ടെല്ലാം ഉറങ്ങി. രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോഴേക്ക് അനീഷാൻ്റെ അനിയൻ അവിടെ കാറും കൊണ്ട് എത്തിയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് പോയി. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻടിൽ ദെൻ ബൈ.